ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഷോർട്ട് ടപ്പാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഷോർട്ട് ടപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടേക്കുള്ള അളവ് എടുക്കുന്നത് 7ആണ്. അതായത് നമ്മുടെ കഴുത്തിൻ്റെ വീതിയും ഷോൾഡറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടണം. നമ്മൾ കഴുത്തിൻ്റെ വീതിയായിട്ട് എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച്. ഇവിടേക്ക് നമ്മൾ എടുക്കുന്നത് 4 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമുക്കൊരു 4 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ നിന്ന് 7 ഇഞ്ച് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ടാപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടം വരെ നമ്മൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. കഴുത്തിൻ്റെ വീതി 3ഉം ഷോൾഡർ നമ്മൾ എടുക്കുന്നത് 4ആണ്, തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട്. ഇനി അവിടെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ചെരിച്ച് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഒരു ഷോൾഡറിൻ്റെ ഒരു പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ചെരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടുന്ന് താഴേക്ക് എടുക്കുന്നത് 4 ഇഞ്ചാണ്. നമ്മൾ ഈ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 ഇഞ്ചിൻ്റെയാണ് നമ്മൾ ഷോർട്ടപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അടിയിലോട്ടുള്ള ഇറക്കം എന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് എന്ത് ചെയ്യുക, നമ്മൾ ടാപ്പ് ഉപയോഗിച്ച് ഇതുപോലെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും 4 ഇഞ്ച് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ആദ്യമായിട്ടൊക്കെ വരയ്ക്കുന്നവർ ഇതുപോലെ 2 സൈഡിൽ നിന്നും പോയിൻ്റ് ഇട്ട് കൊടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ചൊക്കെ വരയ്ക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ഇഞ്ചിൽ നമ്മൾ പോയിൻ്റ് ഇട്ടു, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നത് കറക്റ്റ് അല്ല. ഒരു 1/2 ഇഞ്ചൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കഴുത്താണ് അതിൻ്റെ പെർഫെക്റ്റ് കുറയുന്നത്. കഴുത്ത് ചെരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ ഈ ഒരു പോയിൻ്റ്, ഇപ്പോൾ ഈ 2 പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഇതേ അളവ് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ കൈക്കുഴി വരയ്ക്കാനാണ്. കൈക്കുഴി നമ്മൾ എടുക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യുക, 7 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ എടുക്കുന്നത് 9 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിൻ്റിൽ നിന്ന് 9 ഇഞ്ച് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുക 9 ഇഞ്ച് ഇവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ 7 മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇതെന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ ഒരു പോയിന്റിലേക്ക് നീട്ടി വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ ഈ താഴത്തെ അളവും നമ്മുടെ ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ കൈക്കുഴി കഴുത്തും എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇനി നമ്മളിത് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഈ 7 ഇഞ്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 1 ഇഞ്ച് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ടാപ്പ് ഉപയോഗിച്ച് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്നാണ് നമ്മൾ വൈഡായിട്ട് വരച്ചു കൊടുക്കേണ്ടത്. ഇവിടെ തുടങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 7 ഇഞ്ചാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി 3.5 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ടാപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ആ 3.5 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ വൈഡാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നമ്മുടെ വെസ്റ്റിൻ്റെ അവിടേക്കുള്ള അളവെന്ന് പറയുന്നത് ഒരു 13 ആയിരിക്കും. അപ്പോൾ 13 ഇഞ്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഷേപ്പ് വരയ്ക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹിപ്പിലേക്കുള്ള അളവ് നമ്മുടെ ഷോൾഡറിൽ നിന്ന് പിടിച്ചിട്ടൊരു 19, 26 ഇഞ്ചിലൊക്കെ വരും. അപ്പോൾ നമ്മൾ ഹിപ്പിലേക്ക് എന്ത് ചെയ്യുക, 20 ഇഞ്ച് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 10 ഇഞ്ച് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. പിന്നെ ലെങ്ത്ത് നമ്മൾ മൊത്തം എടുക്കുന്നത് 35 ഇഞ്ചാണ്. അതിൽ കൂടെ 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ഷോർട്ട് ടപ്പിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വെട്ടാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പോൾ പറഞ്ഞു തരാം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.